ഇന്നത്തെ എൻ്റെ യാത്ര കോട്ടയത്ത് നിന്നും നിലമ്പൂരിലേക്കാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണ്. ടിക്കറ്റ് എടുക്കാൻ പോകുന്നു. അങ്ങനെ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ നടന്നു. ഇവിടുത്തെ പ്ലാറ്റ്ഫോം എല്ലാം താഴെയാണ്. കുറേ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകണം. എൻ്റെ മുന്നേ 1-2 രാജസ്ഥാനികൾ പോകുന്നുണ്ടായിരുന്നു. അവരോട് ഞാൻ കുറച്ച് മുന്നേ സംസാരിച്ചതാണ്. അങ്ങനെ ഞാൻ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, വളരെ മനോഹരമായാണ് ഇപ്പോൾ പ്ലാറ്റ്ഫോം നിർമ്മിച്ചിരിക്കുന്നത്. 8-9 വർഷം മുന്നേ വന്നതിനേക്കാൾ ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു. പക്ഷേ എന്നെ അമ്പരപ്പിച്ച അതുപോലല്ല, ഇവിടെ ഇരിപ്പിടങ്ങൾ പോലും ഇപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ മിനുസമായിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ, അതുപോലെ നല്ല ഫിനിഷായി വെച്ചിരിക്കുന്നത്. പക്ഷേ ആ സ്റ്റീലിൻ്റെ ഇരിപ്പിടത്തിനോട് ചേർന്ന് തന്നെ പഴയ രൂപത്തിലുള്ള വാർത്തെടുത്ത ബെഞ്ചുകളും കിടപ്പുണ്ട്. എന്തായാലും ഇവിടെ ആരും ഇരിക്കുന്നില്ല. ഇപ്പോൾ ഒരു ട്രെയിനൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് നോക്കിയിരുന്നു. ആ കിടക്കുന്ന ട്രെയിനാണ് എനിക്ക് പോകാനുള്ള 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് കിടക്കുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വിജനമാണ്. ഇപ്പോൾ ഏകദേശം 3 മണി സമയം. അവിടെ പോയി കഴിഞ്ഞാൽ വിജനമാണ്. ഇടയ്ക്കിടയ്ക്ക് ട്രെയിൻ വന്നു കഴിഞ്ഞാൽ അവിടെ നടക്കുന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാനൊരു 4:30 വരാൻ അവൻ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 3:45 ഒരു ട്രെയിൻ വന്നു. എറണാകുളം ഭാഗത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകുന്നതാണ്. ലേറ്റായി വന്നാന്ന് തോന്നുന്നു. അനൗൺസ്മെൻറ്റ് കേട്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല, ഏതോ ട്രെയിനായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 4:45 ഞാൻ 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. അതായത് എനിക്ക് പോകേണ്ട ട്രെയിൻ ഈ കിടക്കുന്നതാണ് എനിക്ക് പോകേണ്ട ട്രെയിൻ. ഇതിനകത്ത് ഒരു റെയിൽവേ ഉദ്യോഗസ്ഥൻ വന്ന് ഡോറുകളെല്ലാം തുറന്ന് ലൈറ്റൊക്കെ ഓൺ ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്ത ബോഗിയിൽ പോയി പുള്ളി ഓൺ ചെയ്യാൻ പോവുകയാണ് കാണുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ട്രെയിൻ ഒന്നുകൂടി നോക്കി ഉറപ്പ് വരുത്തി എനിക്ക് പോകേണ്ട ട്രെയിൻ തന്നെയാണെന്നുള്ളത്. നോക്കിയപ്പോൾ കറക്റ്റാണ്, കോട്ടയം നിലമ്പൂർ ട്രെയിൻ തന്നെയാണ്. 5 മണിയോട് കൂടെ തന്നെ ട്രെയിനകത്ത് ഞാൻ കയറി സീറ്റ് പിടിച്ചു. ചാർജറെല്ലാം കുത്തിയതിന് ശേഷം കറണ്ട് വരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തി. അല്ലെങ്കിൽ എന്താ പ്രശ്നം അറിയുക, പിന്നീട് നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ആ പ്ലഗ് വർക്ക് ചെയ്തില്ലെങ്കിൽ വേറെ സീറ്റ് മാറി കയറാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് കിട്ടിയെന്ന് വരത്തില്ല. നമുക്ക് വിൻഡോ സീറ്റ് തന്നെ എനിക്ക് വേണം. അതുകൊണ്ട് അതെല്ലാം ഉറപ്പ് വരുത്തിയതിന് ശേഷം കൃത്യം 5:15 കൂടി നമ്മളെ കോട്ടയം നിലമ്പൂർ ട്രെയിൻ എടുത്തു. ഇവിടുന്ന് കോട്ടയത്ത് നിന്ന് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്ത് തന്നെ ട്രെയിൻ എടുത്തു. മിക്കവാറും എല്ലാ ട്രെയിനും ഏത് ട്രെയിനും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കറക്റ്റ് സമയത്താണ് എടുക്കാറുള്ളത്. കാരണം അവർക്ക് പിന്നെ റണ്ണിങ് ടൈം ഒന്നും നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അങ്ങനെ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ മെല്ലെ മെല്ലെ വിടുന്നു. ഇപ്പോഴും നല്ല ഇരുട്ട് തന്നെയാണ്. ലൈറ്റുകളെല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾക്ക് മനസ്സിലാവുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു കാപ്പി കുടിച്ച് ഇരുന്നു. ഏകദേശം 6:10 കൂടി നമ്മൾ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ കയറിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ വലിയ തിരക്കൊന്നും ഉണ്ടാവത്തില്ലെന്നുള്ളത്. പക്ഷേ പകുതി ദൂരത്തോളം ട്രെയിൻ പാസ് ചെയ്ത് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തിരക്കുകൾ കൂടി വരുന്നുള്ളത്. ഇവിടെ നിന്നാണ് ശരിക്കും പാസഞ്ചർ കൂടുതലായി കയറാൻ തുടങ്ങിയത്. അങ്ങനെ ഇവിടുന്ന് ഒരു ഓൾമോസ്റ്റ് ഒരു പകുതി മുക്കാലല്ല ഓൾമോസ്റ്റ് സീറ്റെല്ലാം ഫുള്ളായി തുടങ്ങി. തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറത്ത് കാണുന്ന ആ പില്ലറുകൾ, അതാണ് നമ്മുടെ തൃപ്പൂണിത്തുറ ആലുവ മെട്രോ റെയിൽ. ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ട്രാക്കുകൾ പോകുന്ന വഴിയാണ് ആ കാണുന്നത്. തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിനിൻ്റെ കൂടെ തന്നെ അത് പാരലലായി തന്നെ നമ്മൾ ഈ പോകുന്ന ട്രാക്കിനോട് പാരലലായി തന്നെ ഏകദേശം 1-1.5 കിലോമീറ്ററോളം ആ മെട്രോ ട്രാക്കും പോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് അത് ഇടത്തോട്ടും പോവും, നമ്മൾ നേരെയും പോകും. ഒരു 100-150 മീറ്ററും കൂടി ഓടിയതിന് ശേഷം ട്രെയിൻ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ വിടുന്നു. വീണ്ടും നമ്മൾക്ക് ട്രാക്കിൻ്റെ ഇടത് ഭാഗത്ത് തന്നെ തൃപ്പൂണിത്തുറ ആലുവ മെട്രോയുടെ വർക്ക് നടക്കുന്നത് കാണാൻ പറ്റും. ഏകദേശം ഒരു 2-3 കിലോമീറ്റർ ഉണ്ട് തോന്നുന്നു. എനിക്ക് ഈ ട്രാക്കിൻ്റെ നമ്മൾ പോകുന്ന ട്രാക്കിനോട് പാരലായി വീണ്ടും ഈ മെട്രോ പോകുന്നുണ്ട്. കുറച്ച് ദൂരം കഴിയുമ്പോഴാണ് തിരിഞ്ഞു പോകുന്നത്. ഇതാണ് നമ്മൾ കേരളം കണി കണ്ട് ഉണരുന്ന മിൽമ കമ്പനി. ഇവിടെ നിന്ന് വേണം നമ്മൾക്ക് കുടിക്കാനുള്ള പാലുകളൊക്കെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. അങ്ങനെ വീണ്ടും ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത റെയിൽവേ സ്റ്റേഷൻ വരുന്നത് എറണാകുളം നോർത്താണ്. എറണാകുളത്ത് തന്നെ 2 റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഒന്ന് എറണാകുളം സൗത്തും ഒന്ന് എറണാകുളം നോർത്തും. ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്. സൗത്ത് റെയിൽവേ സ്റ്റേഷനെ എറണാകുളം ജംഗ്ഷൻ എന്ന് വിളിക്കാറുണ്ട്. നോർത്ത് റെയിൽവേ സ്റ്റേഷനെ എറണാകുളം ടൗൺ എന്ന് വിളിക്കാറുണ്ട്. നമ്മളിപ്പോൾ ചെന്ന് കയറുന്ന ട്രെയിൻ പോകുന്നത് എറണാകുളം നോർത്തിലാണ്. അപ്പോൾ ഏകദേശം ഒരു 5-6 കിലോമീറ്റർ മുന്നേ തന്നെ എറണാകുളത്ത് ടൗണിന് മുന്നേ തന്നെ ഈ 2 പെയറായി ട്രാക്ക് മാറും. അതായത് ഇപ്പോൾ ഇടത് ഭാഗത്ത് കാണുന്ന 2 ട്രാക്കും നമ്മൾ പോകുന്ന ട്രെയിനിൻ്റെ ട്രാക്കും പിന്നെ ഈ ട്രെയിനിൻ്റെ ട്രാക്ക് കൂടാതെ വലത് ഭാഗത്ത് വേറെ ട്രാക്കും കൂടിയുണ്ട്. മൊത്തം 4 ട്രാക്കുണ്ട്.
അതിനകത്ത് നമ്മളിപ്പോൾ ഈ അവസാനം കാണുന്ന ട്രാക്ക്, ഈ അവസാനത്തെ കാണുന്ന ട്രാക്ക് എറണാകുളത്തേക്ക് പോകുന്നതാണ്. അതായത് കോട്ടയം ഭാഗത്തു നിന്നും എറണാകുളം ജംഗ്ഷനിലേക്ക് പോകുന്നതാണ്. ഓക്കെ. അടുത്ത ട്രാക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ തൊട്ടടുത്ത് കാണുന്ന ട്രാക്ക് എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് നിന്നും കോട്ടയം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനിൽ പോരുന്നതാണ്. നമ്മുടെ ട്രെയിൻ കുറേ ദൂരം കൂടി ഓടി ഏകദേശം 6:50 കൂടി എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ പ്രവേശിച്ചു. കയറിയപ്പോൾ തന്നെ എനിക്ക് വീണ്ടും നേരത്തെ തോന്നിയതുപോലെ തിരക്കൊന്നും അനുഭവപ്പെട്ടില്ല. ഒരു പകുതി ദൂരം പിന്നിട്ടതോടുകൂടി തിരക്ക് വളരെ കൂട്ടി തുടങ്ങി. ഇവിടെ നിന്നും കയറിയ യാത്രക്കാരെല്ലാം പിന്നീട് നിന്നാണ് യാത്ര ചെയ്യേണ്ടി വന്നത്. കാരണം തൃപ്പൂണിത്തുറയിൽ തന്നെ സീറ്റെല്ലാം ഫുള്ളായിട്ടാണ് നമ്മൾ ട്രെയിൻ വന്നത്. ഇവിടെ നിന്നും ട്രെയിനിൽ കയറിയവരിൽ ഭൂരിഭാഗവും കോളേജ് വിദ്യാർത്ഥികളും ഫാമിലിയുമായിരുന്നു. കാരണം ഇന്ന് ശനിയാഴ്ചയാണ്. എല്ലാവരും വീട്ടിലേക്ക് പോകുന്നതും ടൂറ് പോകുന്നതുമാണെന്ന് തോന്നുന്നു. എല്ലാവരുടെ പുറകിലും വലിയ വലിയ ബാഗുകളുണ്ട്. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം നമ്മളുടെ ട്രെയിൻ എറണാകുളത്ത് നിന്നും വീണ്ടും എടുത്തു. പ്ലാറ്റ്ഫോമിൽ ചില കച്ചവടക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. ഇവരാണല്ലോ നമ്മളുടെ ട്രെയിൻ യാത്രയിൽ നമ്മൾക്ക് ആഹാരം തരുന്നത്. അതുകൊണ്ട് ഇവർക്കും ഒരു നന്ദി പറഞ്ഞ് അവിടുന്ന് യാത്ര തുടർന്നു. ട്രെയിൻ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ വിട്ട് ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇടതുഭാഗത്ത് നമുക്ക് വലിയ അമൃത ഹോസ്പിറ്റൽ കാണാൻ പറ്റും. 13-14 നിലയുള്ള ഈ അമൃത ഹോസ്പിറ്റലിലേക്ക് വരണമെങ്കിൽ ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. ഏക്കറുകൾ പരന്നു കിടക്കുന്ന ഈ സ്ഥലത്ത് അമൃത ഹോസ്പിറ്റലിൻ്റെ പല ഡിപ്പാർട്ട്മെൻറ്റുകളാണ് സ്ഥിതി ചെയ്യുന്നത്. ഓരോ ബിൽഡിങ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകണമെങ്കിൽ മിനിമം ഓട്ടോറിക്ഷയിലെങ്കിലും പോകേണ്ടി വരും തോന്നുന്നു. അത്രയും വിശാലമായ ഏരിയയിലാണ് ഈ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. ഇത് ആലുവപ്പുഴ. മഴയ്ക്കുള്ള സാധ്യതകളെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് മഴ ചാറുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും എനിക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ. ചാലക്കുടി വരെ എനിക്ക് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ശക്തമായ മഴയായിരുന്നു. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്നു. ഇതും അത്യാവശ്യം വലിയ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. മിക്കവാറും എല്ലാ എക്സ്പ്രസ് ട്രെയിനുകളും ഇവിടെ നിർത്താറുണ്ട്. നമ്മുടെ സിനിമാ നടനായ കലാഭവൻ മണിയുടെ നാട് കൂടിയാണ് ഈ ചാലക്കുടി. ഈ ചാലക്കുടി എന്ന സ്ഥലം മലയാളികൾക്ക് സുപരിചിതമാക്കുവാൻ നമ്മുടെ കലാഭവൻ മണി വഹിച്ച പങ്കും വളരെ അധികമാണ്. കേരളത്തിലെ പ്രസിദ്ധമായ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണുവാൻ പോകുന്നവർക്കും വാൾപ്പാറ ഭാഗത്ത് പോകുന്നവർക്കും ഈ റെയിൽവേ സ്റ്റേഷനിൽ വേണം ഇറങ്ങുവാൻ. ട്രെയിൻ കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ വളരെ മനോഹരമായ ദൃശ്യമാണ് നമുക്ക് കാണുന്നത്. വയലുകൾക്ക് അപ്പുറം തെങ്ങിൻതോപ്പുകളുമാണ്. വളരെ മനോഹരം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സഞ്ചരിക്കുമ്പോൾ ഓരോ തോടുകളും കാണാം, പുഴകളും കാണാൻ പറ്റും. ആ പുഴകൾ കഴിയുമ്പോൾ വീണ്ടും, പുഴ എന്ന് പറയാൻ പറ്റില്ല, തോടുകളാണ്. അത് കഴിയുമ്പോൾ വീണ്ടും നെൽപ്പാടങ്ങളും അതിന് അപ്പുറം വളരെ മനോഹരമായ തെങ്ങിൻതോപ്പുകളും ഉണ്ട്. വീണ്ടും കൃഷിസ്ഥലങ്ങൾ കാണാൻ പറ്റും. പക്ഷേ ചില സ്ഥലങ്ങളിൽ കൃഷിയൊന്നും ചെയ്യാതെ ചുമ്മാ ഇട്ടിരിക്കുകയാണ്. കുറേ ദൂരം പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് ഞാൻ പുറത്തോട്ട് നോക്കി ഇങ്ങനെയിരുന്നു. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലാണ്. വടക്കാഞ്ചേരി വരെ വളരെ ശക്തമായ മഴ വീണ്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട ഭാഗത്തൊന്നും നമ്മൾക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. ട്രെയിൻ മെല്ലെ വടക്കാഞ്ചേരി പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്നു. കേരളത്തിലെ പ്രസിദ്ധമായ ഊത്രാളിക്കാവ് പൂരം കാണുവാൻ പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഇവിടെ വേണം ഇറങ്ങുവാൻ. ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ വടക്കാഞ്ചേരി തന്നെയാണ്. ഒരുപാട് വലിയ സ്റ്റേഷൻ അല്ലെങ്കിലും ചില എക്സ്പ്രസ് ട്രെയിനുകൾ ഇവിടെയും നിർത്താറുണ്ട്. ട്രെയിനിൽ കയറുവാനുള്ള ഒരു യാത്രക്കാരെയും പ്ലാറ്റ്ഫോമിൽ കാണുന്നില്ല. ഒന്നോ രണ്ടോ മിനിറ്റുകൾക്ക് ശേഷം ട്രെയിൻ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വീണ്ടും എടുത്തു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 4-5 കിലോമീറ്റർ കഴിയുമ്പോൾ കേരളത്തിലെ പ്രസിദ്ധമായ ഊത്രാളിക്കാവ് അമ്പലം കാണാം. ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഒരു വയലിൻ്റെ നടുവിലാണ്. ഉത്സവ സമയം ആകുമ്പോഴേക്കും
കൊയ്ത്തുകളെല്ലാം കഴിഞ്ഞ് ഈ പാടങ്ങൾ എല്ലാം ഉത്സവപ്പറമ്പായി മാറും. അമ്പലത്തിൻ്റെ പുറകിൽ കൂടി പോകുന്ന ഈ റെയിൽവേ ട്രാക്കിൽ ഉത്സവ സമയത്ത് ഒരുപാട് അപകടം നടക്കാറുണ്ട്. കാരണം വെടിക്കെട്ട് സമയത്ത് ആളുകൾ റെയിൽവേ ട്രാക്കിലേക്ക് കയറി നിൽക്കും. ആ സമയത്ത് ട്രെയിൻ പോകുമ്പോൾ ട്രെയിനിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റാതെ വരും. അങ്ങനെയാണ് അപകടം നടക്കുന്നത്. അമ്പലത്തിൻ്റെ മുൻഭാഗത്ത് കൂടിയാണ് തൃശ്ശൂർ ഷൊർണൂർ റോഡ് കടന്നു പോകുന്നത്. ട്രെയിൻ ഭാരതപ്പുഴയുടെ മേലെ കൂടെ പോകുന്നു. അങ്ങ് ദൂരെ കാണുന്ന ആ പാലമാണ് തൃശ്ശൂർ ഷൊർണൂർ ഹൈവേ. ഞാൻ നേരത്തെ പറഞ്ഞ ഊത്രാളിക്കാവ് ക്ഷേത്രത്തിന് മുന്നിൽ കൂടി വരുന്ന റോഡാണ് ആ കാണുന്നത്. വർഷക്കാലം ആയിട്ട് പോലും പുഴയിൽ തീരെ വെള്ളം കുറവാണ്. ദൂരെ മാറി കുറേ ദേശവാസികൾ കുളിക്കുന്നുമുണ്ട്. പുഴയുടെ തീരത്ത് തന്നെ പാലം പണിക്ക് ആവശ്യമായി കൊണ്ടുവന്ന ഇരുമ്പ് സാധനങ്ങൾ അവശേഷിച്ചത് അവിടെ കിടക്കുന്നുണ്ട്. ഇതുവരെയും അവർ എടുത്തു മാറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു. അതോ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വെച്ചതാണോ എന്നും അറിയില്ല. ഭാരതപ്പുഴ കഴിയുമ്പോൾ തന്നെ നമ്മളുടെ പോകുന്നതിൻ്റെ ഇടത് ഭാഗത്ത് ഒരു കാടിൻ്റെ പ്രതീതിയാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ നിന്നും ഏകദേശം 1-2 കിലോമീറ്റർ കഴിയുമ്പോഴാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. ഒരു ബ്രാക്കറ്റ് പോലെ, ഒരു ചെറിയ വളവ് പോലെയാണ് ഈ റെയിൽവേ ട്രാക്ക് ഇവിടെ കിടക്കുന്നത്. ആ വളവ് തിരിഞ്ഞ് ചെന്ന് കയറുന്നത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനാണ്. വളരെ സ്ലോവിലാണ് ട്രെയിൻ പോകുന്നത്. നല്ല മനോഹരമായ ദൃശ്യ ഭംഗികൾ നമുക്ക് ഇവിടെ ആസ്വദിക്കാൻ സാധിക്കും. ഭാരതപ്പുഴ കഴിഞ്ഞു വരുന്ന തൃശ്ശൂർ ഷൊർണൂർ റോഡാണ് ആ കാണുന്നത്. റെയിൽവേ ട്രാക്കിൻ്റെ മേലെ കൂടി പാസ് ചെയ്ത് പോകുന്നത്. ഇവിടെയാണ് ഈ റോഡിൻ്റെ അവസാനം. 1862 സ്ഥാപിതമായ ഈ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം 14ഓളം ട്രാക്കുകളുണ്ട്. സ്റ്റേഷൻ്റെ ഷോർട്ട് ഫോം SSR. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനും ഇതുതന്നെയാണ്. 1-2 ട്രെയിൻ എഞ്ചിൻ അവിടെ കിടപ്പുണ്ട്. ചുറ്റും 3-4 ടെക്നീഷ്യന്മാരും നടക്കുന്നുണ്ട്. അവരെല്ലാം ആ എഞ്ചിൻ്റെ കണ്ടീഷൻ ഉറപ്പുവരുത്തുകയാണ്. നമ്മൾ പോകുന്ന ട്രെയിൻ വഴിയിൽ കിടക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്തം അവരുടേതാണ്. നേരത്തെ ഇവിടെ ഓട്ടം അവസാനിപ്പിച്ച ട്രെയിനുകളാണ് അപ്പുറത്ത് കിടക്കുന്നത്. അറ്റകുറ്റപ്പണികൾ അവിടെ നടക്കുന്നുണ്ട്. ട്രെയിൻ സാവധാനം പ്ലാറ്റ്ഫോമിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒരു ട്രെയിൻ ഷൊർണൂർ ഭാഗത്തു നിന്നും തൃശ്ശൂരോ പാലക്കാടോ ഭാഗത്തേക്ക് പോകുവാൻ റെഡിയായി അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നുണ്ട്. നമ്മളുടെ ഈ ട്രെയിൻ പ്ലാറ്റ്ഫോമിലെത്തി നിർത്തിയതിന് ശേഷമേ മറ്റേ ട്രെയിൻ കടന്നു പോവുകയുള്ളൂ. കാരണം തൊട്ട് പുറകിൽ ഒരു ക്രോസിംഗ് ഉണ്ട്. നമ്മൾ വന്ന ട്രാക്ക് ക്രോസ് ചെയ്ത് വേണം ഈ ട്രെയിൻ അങ്ങോട്ട് പോകുവാൻ. നമ്മുടെ ട്രെയിൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിച്ചു. ഇപ്പോൾ പ്ലാറ്റ്ഫോമിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ ആരും തന്നെയില്ല. എല്ലാവരും ട്രെയിനിൽ കയറി ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ കാത്തിരിക്കുകയാണ്. വലിയ വലിയ റെയിൽവേ സ്റ്റേഷനുകളിൽ 2 പ്ലാറ്റ്ഫോമിൻ്റെ ഇടയിൽ ഇതുപോലുള്ള ഒരു നീല നിറത്തിലുള്ള ഒരു 6 ഇഞ്ച് ഡയമീറ്ററോട് കൂടിയ പൈപ്പ് ലൈൻ പോകുന്നത് കാണാം. ഈ പൈപ്പിൽ നിന്നുമാണ് ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിർത്തിയതിന് ശേഷം ട്രെയിനിലേക്ക് ആവശ്യമുള്ള വെള്ളം പമ്പ് ചെയ്യുന്നത്. ആ ഹോസുകളാണ് ഈ കാണുന്നത്. ഇതാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. ട്രെയിനിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്നും ഞാൻ പ്ലാറ്റ്ഫോം സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് വേണം യാത്രക്കാർക്ക് ആഹാരം കഴിക്കുവാൻ. രാവിലെ 5:15 കോട്ടയത്ത് നിന്നും യാത്ര തുടങ്ങിയ യാത്രക്കാർ ഇവിടെ നിന്നുമാണ് ബ്രേക്ക്ഫാസ്റ്റും ആഹാരങ്ങളും വെള്ളവും മറ്റും വാങ്ങിക്കുന്നത്. ചിലർ ആഹാരം കഴിച്ചതിന് ശേഷം പ്ലാറ്റ്ഫോമിൽ കൂടി റെയിൽവേ സ്റ്റേഷൻ കണ്ട് ആസ്വദിക്കുന്നു. അപ്പോഴാണ് വേറെ ഒരു ട്രെയിൻ വരുന്ന സൗണ്ട് കേട്ടത്. ചെന്ന് നമ്മൾ ട്രെയിനിൻ്റെ അപ്പുറത്തെ സൈഡിൽ ചെന്നപ്പോൾ കണ്ടത് നമ്മളുടെ വന്ദേ ഭാരത് ഇവിടെ വന്ന് പോവുകയാണ്. ഇതുവരെയും ഈ ട്രെയിനിൽ എനിക്ക് യാത്ര ചെയ്യാൻ സൗകര്യം കിട്ടിയിട്ടില്ല. ഉടൻ തന്നെ ഈ ട്രെയിനിൽ ഞാൻ യാത്ര ചെയ്ത് വീഡിയോ എടുക്കുന്നതാണ്. അതും നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമ്മുടെ വന്ദേ ഭാരത് ഇവിടെ സ്റ്റേഷൻ വിട്ടുപോയി. ഏകദേശം 40 മിനിറ്റോളം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന നമ്മുടെ ട്രെയിൻ വീണ്ടും യാത്ര തുടങ്ങി. കോട്ടയത്ത് നിന്നും ഷൊർണൂർ വരെ നമ്മളുടെ ട്രെയിനിൻ്റെ എൻജിൻ ഇലക്ട്രിക് ആയിരുന്നു. ഷൊർണൂർ മുതൽ ഇനി ഡീസൽ എൻജിനാണ് നമ്മുടെ ട്രെയിൻ പോകുന്നത്. അതുകൊണ്ട് ഇലക്ട്രിക് എൻജിൻ മാറ്റി ഡീസൽ എൻജിൻ കണക്ട് ചെയ്യാനാണ് ഇത്രയും സമയം നമുക്ക് ഇവിടെ ചിലവായത്.
ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ മുതൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ വരെ ഇവിടെ ഇലക്ട്രിഫിക്കേഷൻ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാം ഡീസൽ എഞ്ചിൻ ഉപയോഗിക്കുന്നത്. തന്നെയുമല്ല, ഇവിടെ എല്ലാം സിംഗിൾ ട്രാക്കാണ്. നമ്മുടെ ട്രെയിൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ വിടുന്നു. പ്ലാറ്റ്ഫോം അവസാനിക്കുന്നതോടു കൂടെ തന്നെ നമ്മളുടെ ട്രെയിനിലേക്ക് പമ്പ് ചെയ്യാനുള്ള പൈപ്പ് ലൈൻ കണക്ഷനും ഇവിടെയാണ് അവസാനിക്കുന്നത്. എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഇതുപോലുള്ള പൈപ്പ് ലൈൻ കാണണമെന്ന് നിർബന്ധമില്ല. കാരണം എക്സ്പ്രസ് ട്രെയിനുകൾ വന്ന് നിൽക്കുന്ന ആ പ്ലാറ്റ്ഫോമുകളിൽ മാത്രമേ ഇതുപോലുള്ള പൈപ്പ് ലൈൻ ഫെസിലിറ്റി ലഭ്യമാക്കുകയുള്ളൂ. ഇവിടെ മുതൽ ഇനി നിലമ്പൂർ വരെ വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ഇവിടെ നിന്നും ഏകദേശം ഒരു 1.5 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു ജംഗ്ഷൻ കാണാം. അവിടെ റെയിൽവേ സ്റ്റേഷനില്ല, ഒരു റെയിൽവേ തമ്മിൽ ക്രോസ് ചെയ്യുന്ന ജംഗ്ഷനാണ്. അവൻ്റെ ഇടത് ഭാഗത്ത് ഒരു ട്രെയിൻ നിർത്തിയിട്ടുണ്ട്. അത് എന്തെന്ന് വെച്ചാൽ, കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന ട്രെയിനുകൾ ഷൊർണൂരിലേക്ക് പോകണമെങ്കിൽ നമ്മൾ പോകുന്ന റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മളെ ട്രെയിൻ പോകുവാൻ വേണ്ടി ആ ട്രെയിൻ അവിടെ പിടിച്ചിട്ടിരിക്കുന്നത്. ആ കാണുന്ന 2 റെയിൽവേ ട്രാക്കുകളും ഷൊർണൂരിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നത് തിരിച്ചു വരുന്ന ട്രാക്കുമാണ്. അവിടെ നിന്നും വന്ന ട്രെയിനാണ് നമ്മൾ കുറച്ച് നേരത്തെ അവിടെ പിടിച്ചെടുത്ത് കണ്ടത്. ഏകദേശം 2-3 കിലോമീറ്ററോളം ആ റെയിൽവേ ട്രാക്കും നമ്മളെ റെയിൽവേ ട്രാക്കും പാരലായി തന്നെ പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ പോകുന്ന ട്രെയിനിൽ ഒരു ട്രാക്ക് മാത്രമേ ഉള്ളൂ. അപ്പുറത്ത് തിരിച്ചു വരുന്ന ട്രാക്കില്ല. പോകുന്നത് വരുന്നത് ഒരേ ട്രാക്കിൽ കൂടിയാണ്. പല സ്ഥലത്ത് പോയി ഇംഗ്ലീഷ് പഠിച്ചിട്ടും 100% ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാനോ എഴുതുവാനോ സാധിക്കാത്തത് കൊണ്ടാണ് ഇന്ത്യക്ക് അകത്തും പുറത്തും ജോലി, ബിസിനസ്, പ്രമോഷൻ, ഇൻ്റർവ്യൂ, മറ്റ് അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത് എങ്കിൽ വിളിക്കുക പവർ ഓൺ എഡ്യൂക്കേഷൻ, ചിങ്ങവനം, കോട്ടയം ആൻഡ് ഓൺലൈൻ. ഫോൺ 8089778899. ഇപ്പോഴും ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം കൂടി കഴിഞ്ഞാൽ 2 ട്രാക്കും 2 വഴിക്ക് തിരിയും. ഇനി നമ്മൾക്ക് ആ റെയിൽവേ ട്രാക്ക് കാണുവാൻ സാധിക്കുകയില്ല. ഇപ്പോൾ നമ്മൾക്ക് തോന്നുന്നത് ഒരു കാട്ടിൽ കൂടി പോകുന്ന അനുഭവമാണ്. ഇവിടെ കൂടുതലും തേക്കുകളും മറ്റ് മരങ്ങളുമാണ്. ഇത് കഴിയുമ്പോൾ അടുത്തത് ഒരു റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. നമ്മൾ ഇത്രയും നേരം വന്ന പാസഞ്ചർ ട്രെയിനല്ല. ഇവിടെ പുള്ളിക്കാരൻ VIP ആണ്, സൂപ്പർ ഫാസ്റ്റാണ്. ഇവിടെ ഒരു സ്റ്റേഷനിലും ട്രെയിൻ നിർത്താതെയാണ് പോകുന്നത്. കോട്ടയം മുതൽ ഷൊർണൂർ വരെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും നിർത്തിയാണ് നമ്മളുടെ ഈ വിദ്വാൻ വന്നിരുന്നത്. പക്ഷേ ഷൊർണൂർ കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു സ്റ്റേഷനിലും നിർത്തുന്നില്ല. വീണ്ടും ഒരു വയലും അതിനോട് ചേർന്ന് തന്നെ ഒരു വനത്തിൻ്റെ പ്രതിനിധിയും. അവിടെയും തെക്കുകളാണ് കൂടുതൽ നമുക്ക് കാണുന്നത്. വീണ്ടും ഒരു റെയിൽവേ സ്റ്റേഷൻ വന്നു. അവിടെയും നമ്മളുടെ വിദ്വാൻ VIP തന്നെയാണ്, നിർത്താതെ മിന്നിച്ചു പോയി. ഇവിടുന്ന് ഞാൻ കുറേ നേരം പുറത്തെ കാഴ്ചകളും കണ്ട് അങ്ങനെ പുറത്തോട്ട് നോക്കിയിരുന്നു. വളരെ മനോഹരം. പ്രകൃതി നമ്മൾക്ക് അനുഗ്രഹിച്ചു തന്ന പ്രകൃതി രമണീയമായ സൗന്ദര്യം. അത് നമ്മൾ പലരും ആസ്വദിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ ഖേദകരം. ചില സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ മലയുടെ, അതായത് കുന്നിൻ്റെ സൈഡ് ഒരു സ്ക്വയർ പോലെ വെട്ടിയെടുത്ത് അതിൽ കൂടിയാണ് ഈ ട്രാക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അതിൽ കൂടിയാണ് പോകുന്നത്. ഈ ഭാഗവും കഴിഞ്ഞു പോയാൽ വീണ്ടും തേക്കിൻകാട് പോലെയുള്ള കുറച്ച് സ്ഥലങ്ങളാണ് കാണുന്നത്. തേക്ക് മാത്രമല്ല, മറ്റു പല വൃക്ഷങ്ങളും അവിടെയുണ്ട്. ഈ ഭാഗത്തെല്ലാം നമ്മൾക്ക് കുറേ മയിലിനെയും കുറേ കുരങ്ങന്മാരെയും കാണാൻ സാധിച്ചു. ഇത് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ. ഷൊർണൂരിൽ നിന്നും വിട്ടതിന് ശേഷം അടുത്ത റെയിൽവേ സ്റ്റേഷൻ അങ്ങാടിപ്പുറമാണ്. ഇപ്പോൾ ഏകദേശം 10:50 ആയിരിക്കുന്നു. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു സ്റ്റേഷനിലും നമ്മുടെ ട്രെയിൻ നിർത്തിയില്ല. കഴിഞ്ഞ 2 റെയിൽവേ സ്റ്റേഷൻ വെച്ച് നോക്കുമ്പോൾ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം വലിയ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. അത്യാവശ്യം യാത്രക്കാരും ഇവിടെ കയറാനുമുണ്ട്, ഇറങ്ങാനുമുണ്ട്. ആ കാണുന്ന പ്ലാറ്റ്ഫോമിൽ നിന്നും നമ്മളുടെ ട്രെയിൻ വന്ന പ്ലാറ്റ്ഫോമിലേക്ക് വരണമെങ്കിൽ ഫ്ലൈ ഓവർ കയറി വരണം. അതിന് മടിച്ചാണ് കുറേ ആളുകൾ ഈ ട്രാക്ക് ക്രോസ് ചെയ്ത് വരുവാൻ തയ്യാറായി നിൽക്കുന്നത്. ഒരുപാട് ആളുകളെ ഞാൻ നേരത്തെയും കണ്ടു. ഇത് വളരെ അപകടം പിടിച്ച ക്രോസിംഗ് ആണ്. ഈ ചാടിയ ചാട്ടത്തിനെങ്ങാനും ഒന്ന് പിഴച്ചു പോയാൽ ട്രാക്കിൽ വീഴും. തൊട്ടടുത്ത് വരുന്ന ട്രെയിൻ കയറി ഇറങ്ങിപ്പോകും. ഇങ്ങനെയാണ് ഓരോ അപകടങ്ങളും നമ്മൾ ക്ഷണിച്ചു വരുത്തുന്നത്. ഈ സ്പീഡിൽ വരുന്ന ട്രെയിൻ ഡ്രൈവർ ഇത് കണ്ടാലും അയാൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നഷ്ടം ആർക്കെന്നറിയാമോ?
അവരുടെ കുടുംബക്കാർക്കും അവരുടെ മക്കൾക്കും. റെയിൽവേക്ക് ഒരു നഷ്ടവുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് പോയാൽ നമ്മൾക്ക് നല്ലത്. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷന് മുന്നേ 2 പുഴകളുണ്ടായിരുന്നു. അവിടെ ഭയങ്കര മഴയായതുകൊണ്ട് തന്നെ അവിടെ ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. അത് ഒന്ന് കുന്തി പുഴയും മറ്റൊന്ന് മേലാറ്റൂർ പുഴയുമായിരുന്നു. വളരെ വലിയ പുഴ തന്നെയാണ് മേലാറ്റൂർ പുഴയും. വീണ്ടും വനം പോലെ തോന്നിക്കുന്ന വളരെ മനോഹരമായ പ്രകൃതി ഭംഗികൾ. ഇവിടെയും മെയിൻ കഥാപാത്രം തേക്ക് തന്നെയാണ്, പിന്നെ മറ്റു മരങ്ങളും. വളരെ ഭംഗിയാണ് ഇവിടെ സന്ദർശിക്കുവാൻ. ഇടയ്ക്കിടയ്ക്ക് ഒരു കുരങ്ങന്മാരെ കാണുന്നുണ്ട്, പക്ഷേ എനിക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നില്ല, പെട്ടെന്ന് ട്രെയിൻ മൂവ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കാണുന്നത് മുഴുവൻ അടയ്ക്കാമരങ്ങളാണ്. ഏക്കർ കണക്കിന് അടയ്ക്കാമരം ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ അങ്ങ് തിക്കായിട്ടാണ് കാണുന്നത്. വളരെ ഭംഗി. ഇതിനകത്ത് വേറെ തേക്കോ മറ്റ് വൃക്ഷങ്ങളോ ഒന്നും തന്നെയില്ല. ഏകദേശം 1-2 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നത്. അത്രയും തിക്കായിട്ടാണ് അടയ്ക്കാമരം സ്ഥിതി ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഓപ്പൺ സ്പേസ് കാണാൻ പറ്റും. മയിലുകളെയാണ് കൂടുതലും ഈ ഭാഗങ്ങളിൽ എനിക്ക് കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ ട്രെയിനിൽ പോകുന്നത് സ്പീഡിൽ പോകുന്നതുകൊണ്ട് തന്നെ കൂടുതൽ നമുക്ക് ആ മയിലിനെ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ഇത് കഴിഞ്ഞ് കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ വീണ്ടും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മലയുടെ സൈഡ് വെട്ടി ഒരു സ്ക്വയർ പോലെ ആക്കിയിട്ട് അതിൽ കൂടിയാണ് ഇപ്പോൾ ഈ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റും. ഇതിൻ്റെ അപ്പുറത്തും കാട് പോലെ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറേ തേക്കും മറ്റ് വൃക്ഷങ്ങളൊക്കെ തന്നെയാണ്. ഒരു കാടിൻ്റെ ഫീലാണ് നമുക്ക് കൂടുതലും ഇവിടെ അനുഭവപ്പെടുന്നത്. ഈ കാട് കഴിയുമ്പോൾ പിന്നെ നമ്മൾ കയറുന്നത് അടുത്ത ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രെയിൻ നിർത്തുന്നില്ല, ഹൈ സ്പീഡിലാണ് പോകുന്നത്. എക്സ്പ്രസ് ട്രെയിനിൻ്റെ വേഗതയിലാണ് ഇപ്പോൾ ട്രെയിൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതും ഒരു ഉൾനാടൻ റെയിൽവേ സ്റ്റേഷനാണെന്ന് തോന്നുന്നു. ആളുകളെ ഒന്നും കാണുന്നില്ല. വീണ്ടും ട്രെയിൻ മലകൾ വെട്ടിയെടുത്ത ഭാഗത്ത് കൂടി യാത്ര തുടരുകയാണ്. ഇതുപോലെ 5-6 സ്ഥലത്ത് ഞാൻ കണ്ടിരുന്നു. നേരത്തെ നമ്മൾ കണ്ടിരുന്നത് അടയ്ക്കാമരത്തിൻ്റെ തോട്ടങ്ങളാണെങ്കിൽ ഇപ്പോൾ കാണുന്നത് തെങ്ങും തോപ്പുകളും ഇടയ്ക്കിടയ്ക്ക് അടയ്ക്കാമരത്തിൻ്റെ തോട്ടങ്ങളും കാണുവാൻ സാധിക്കും. കൂടെ വനപ്രദേശം പോലെയുള്ള സ്ഥലങ്ങളും. വളരെ മനോഹരമാണ് ഇവിടുത്തെ പ്രകൃതി ഭംഗികൾ ആസ്വദിക്കാനുള്ളത്. നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ വല്ലപ്പോഴും ഇങ്ങോട്ടൊന്ന് വരുന്നത് നന്നായിരിക്കും. ഇവിടെ വന്ന് പോകുമ്പോൾ തന്നെ വളരെ ഉന്മേഷം നമുക്ക് തോന്നും, മാനസികമായും ശാരീരികമായും. ഇപ്പോൾ നമ്മൾ ചെന്ന് കയറുന്നത് വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അങ്ങാടിപ്പുറം സ്റ്റോപ്പ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് വാണിയമ്പലമാണ്. ഇപ്പോൾ ഏകദേശം 11:30 പ്ലാറ്റ്ഫോമിൻ്റെ അപ്പുറം വളരെ മനോഹരമായ ഒരു കാട് തന്നെയാണെന്ന് പറയാം. കൂടുതൽ അവധി കിട്ടാത്തവർക്ക് ഒരു ദിവസം രാവിലെ പുറപ്പെട്ട് വൈകുന്നേരം തിരിച്ചു പോകാവുന്ന സ്ഥലമാണ് ഈ നിലമ്പൂരിലേക്കുള്ള യാത്ര. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നത്, എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾ നിലമ്പൂർ വരെ പോയിട്ട് അതേ ട്രെയിനിൽ തന്നെ വേണമെങ്കിൽ തിരിച്ചു പോകാം. വളരെ മനോഹരം. റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരവും മുഴുവൻ മരങ്ങളും നല്ല പച്ചപ്പും, വളരെ ഭംഗി. കോട്ടയത്ത് നിന്നും നിലമ്പൂർ വരെയുള്ള ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും 90 രൂപ മാത്രം. 2-3 മിനിറ്റുകൾക്ക് ശേഷം ട്രെയിൻ വാണിയമ്പലത്തിൽ നിന്നും യാത്ര തുടങ്ങി. ഇവിടുത്തെ കെട്ടിടങ്ങളെല്ലാം പഴയ കാലത്തെ രൂപത്തിലുള്ളവ തന്നെയാണ്. ഇവിടെയും ഫ്ലൈ ഓവർ ഉണ്ടായിട്ടും ആളുകൾ അതിൽ കൂടി പോകാതെ പ്ലാറ്റ്ഫോമിൻ്റെ അറ്റത്തേക്ക് നടക്കുകയാണ്, ട്രെയിൻ പോയതിന് ശേഷം ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും റെയിൽവേ ഈ ഫ്ലൈ ഓവർ എല്ലാം നിർമ്മിച്ചത് വെറുതെ വേസ്റ്റാണെന്ന് തോന്നുന്നു. റെയിൽവേ അവരുടെ യാത്രക്കാർ സുരക്ഷിതമായി പോകാൻ വേണ്ടിയാണ് പല സൗകര്യങ്ങളും പല ഫ്ലൈ ഓവറും നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ അതൊന്നും വകവയ്ക്കാറില്ല. നമ്മളുടെ ജീവന് നമ്മൾ പോലും വില കൽപ്പിക്കാതെയാണ് പലരുടെയും യാത്ര. അടുത്ത റെയിൽവേ സ്റ്റേഷൻ നിലമ്പൂർ. അവിടെയാണ് ഈ ട്രെയിനിൻ്റെ അവസാന സ്റ്റോപ്പ്. അങ്ങനെ ഏകദേശം 20-25 മിനിറ്റിൻ്റെ യാത്രയ്ക്ക് ശേഷം നമ്മൾ നിലമ്പൂരിൽ എത്തുവാൻ പോകുന്നു. 11:55 കൂടി നമ്മളിപ്പോൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. പ്ലാറ്റ്ഫോമിലെല്ലാം പണി നടക്കുകയാണ്. ഇലക്ട്രിഫിക്കേഷൻ നടക്കുന്നുണ്ട്. ഓരോ പില്ലറിലും മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനുള്ള പ്ലഗിൻ്റെ ഇൻസ്റ്റലേഷൻ വരെ ഇവിടെ നടക്കുന്നുണ്ട്. ഇതെല്ലാം പുതിയ കൺസ്ട്രക്ഷൻ്റെ ഭാഗമാണ്. നേരത്തെ ഇവിടെ ചെറിയ ഒരു ബിൽഡിംഗ് ആയിരുന്നു. ഇപ്പോൾ ഇതെല്ലാം പുതുക്കിപ്പണിയെന്ന് പറയാൻ പറ്റില്ല, പുതിയ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിൽഡിംഗ് അടക്കം ട്രസ് വർക്കും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഒരു 1-2 മാസത്തിനുള്ളിൽ പണി കഴിയുമെന്നാണ് തോന്നുന്നത്.
കൂടെ സ്റ്റേഷനോട് ചേർന്ന് തന്നെ പുതിയ ഫ്ലൈ ഓവറും ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. എന്തായാലും പുതുക്കി പണിതിന് ശേഷം ഞാൻ ഒന്നുകൂടി ഇവിടെ സന്ദർശിക്കുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.